ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രത്യേക പൂജകൾക്കൊപ്പം നൃത്തോത്സവവും നവരാത്രിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നവരാത്രി ആഘോഷങ്ങൾ അവസാനിക്കുന്നതോടെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം കോടിയർച്ചനയ്ക്ക് തുടക്കമാകും. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രി പ്രത്യേക പൂജകൾക്ക് പുറമെ നൃത്തോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കലാകാരികളും കലാകാരന്മാരും അരങ്ങുവാഴും. വിദ്യാരംഭത്തിനായി പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പണ്ട് നടത്തിയ മാതിരി തന്നെ സകല കലാപരിപാടികളും ഈ വർഷവും വൈകുന്നേരം നേരങ്ങളിൽ ദിവസവും അരങ്ങേറാറുണ്ട്. പിന്നെ നവരാത്രി ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ കോടിയർച്ചനയുടെ ചടങ്ങുകളും ആരംഭിക്കുന്നതാണ്. ഒക്ടോബർ 6 തീയതി മുതൽ നവംബർ 1 തീയതി വരെ 27 നാളുകളിലും കോടിയർച്ചന ഇവിടെ നടക്കുന്നതാണ് എന്ന് മാത്രമല്ല, 2 തീയതി അതായത് 28ാമത്തെ ദിവസത്തിൽ ലക്ഷദീപാർച്ചനയോടുകൂടെ അത് സമാപിക്കുന്നതുമാണ്. നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുന്നതിന് പിന്നാലെ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയും ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ്. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവസ്ഥാനമായ കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും പകർന്ന അഗ്നി ക്ഷേത്ര ശ്രീകോവിലിലെ ജ്യോതിയിൽ ലയിപ്പിച്ച് നടത്തുന്ന കോടിയർച്ചന സവിശേഷമെന്ന് പുരോഹിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെ നീണ്ടു നിൽക്കുന്ന കോടിയർച്ചനയ്ക്കായി പ്രത്യേക മണ്ഡപമടക്കം തയ്യാറാകുന്നു. ജനം, ഡൽഹി.